യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഈ ഫാൻ ഒന്ന് കുറച്ച് കുറയ്ക്കണം. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഓംകാരം ജപിക്കുക. എൻ്റെ ശബ്ദത്തിനല്ലേ വിഷമമുള്ളൂ, അതൊക്കെ ഒന്ന് തീർക്കാവുന്ന തരത്തിൽ നിങ്ങളെല്ലാവരും കൂടി ജപിക്കും. ഹരി ഹരി. ഓ എല്ലാവരും ഓ ഹരി ഓം തസ്. ജയഗുരു. പതിവ് പോലെ ഞാൻ ആദ്യത്തെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലാം. നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്. 1, 2, 3 ആ 3 ശ്ലോകം ചൊല്ലിയിട്ട് ഇവിടെ എഴുതി വെച്ചത് ചൊല്ലാം. കഥം ജ്ഞാനമവാപ്നോതി കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ ഏതദ്ബ്രൂഹി മമ പ്രഭോ മുക്തിമിച്ഛസി ചേത്താത മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാതോഷ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ സത്യം പീയൂഷവദ്ഭജ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ ചിദ്രൂപം വിദ്ധി മുക്തയേ. നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതി വച്ചിട്ടുള്ള ശ്ലോകമാണ് അടുത്ത് പറയുന്നത്.
ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ കിം മേ കാര്യം ചിദാത്മനഃ കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ കിം മേ കാര്യം ചിദാത്മനഃ നമ്മളിവിടെ ചൊല്ലിയല്ലോ എടുത്ത ശ്ലോകങ്ങൾ 1, 16, 17, 18. ത്വയാ വ്യാപ്തമിദം വിശ്വം ത്വയാ വ്യാപ്തമിദം വിശ്വം ത്വയി പ്രോതം യഥാർത്ഥതഃ ത്വയി പ്രോതം യഥാർത്ഥതഃ ശുദ്ധബുദ്ധസ്വരൂപസ്ത്വം ശുദ്ധബുദ്ധസ്വരൂപസ്ത്വം മാഗമക്ഷുദ്രചിത്തതാം മാഗമഃ ക്ഷുദ്രചിത്തതാം നിരപേക്ഷോ നിർവികാരോ നിരപേക്ഷോ നിർവികാരോ നിർഭരശീതലാശയഃ നിർഭരശീതലാശയഃ അഗാധബുദ്ധിരക്ഷുബ്ധോ അഗാധബുദ്ധിരക്ഷുബ്ധോ ഭവചിന്മാത്രവാസനഃ ഭവചിന്മാത്രവാസനഃ സാകാരമനൃതം വിദ്ധി സാകാരമനൃതം വിദ്ധി നിരാകാരം തു നിശ്ചലം നിരാകാരം തു നിശ്ചലം ഏതത്തത്വോപദേശേന ഏതത്തത്വോപദേശേന ന പുനർഭവസംഭവഃ ന പുനർഭവസംഭവഃ ന പുനർഭവസംഭവഃ ന പുനർഭവസംഭവഃ അഷ്ടാവക്ര സംഹിത എന്ന് പറയുന്ന ഈ മഹത് ഗ്രന്ഥം, അതിലത്തെ ഓരോ ശ്ലോകങ്ങളും ഓരോ വാക്യങ്ങളും ഓരോ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സദാ കുടികൊള്ളുന്നത് ആ സാന്നിധ്യത്തെയാണ് നാം ഞാൻ എന്ന ശബ്ദം കൊണ്ട് സദാ കുറിക്കുന്നത്. ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ, ഒരൊറ്റ ആൾക്ക് ഈശ്വരഭജനം ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകമായി. എന്താ കാരണം? ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ വാക്ക് തന്നെ ഈശ്വരനെ കുറിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം ഈശ്വരനെ പ്രത്യേകം പേര് പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് പൂജിച്ച് സത്കരിക്കാൻ പുറപ്പെടുന്നത്. ഈശ്വരവിശ്വാസി അല്ലാത്ത ഒരൊറ്റ ആളും ലോകത്തിലില്ല. ആരാരെല്ലാം ഞാൻ എന്ന വാക്ക് വിനിയോഗിക്കുന്നുണ്ടോ ആ വിനിയോഗം സൂചിപ്പിക്കുന്നത് പരമാത്മാവിനെയും പരമേശ്വരനെയും പരബ്രഹ്മത്തെയുമാണ്. അതറിയാത്തത് കൊണ്ടാണ് നാം മറ്റു പല പേരുകളും പറഞ്ഞ് പല വിവരണങ്ങളും നൽകി ആ വിവരണങ്ങളിലൂടെ ഭജനയും ആരാധനയും ഒക്കെ നടത്തുന്നത്. ശരിയായിട്ടുള്ള ആരാധന മനസ്സിൻ്റെ പ്രോഡക്ട്സ്, ഉത്പന്നങ്ങൾ, ബുദ്ധിയുടെ ഉത്പന്നങ്ങൾ, ഇത് രണ്ടും ഉപയോഗിച്ച് അന്തരാത്മാവിലേക്ക് കടക്കുന്നതാണ് ശരിയായ പൂജ. ബാക്കി ഒരു പൂജയും ഭഗവാന്റെ അവിടേക്ക് എത്തില്ല. ഇന്ന് നാം ഉപയോഗിച്ച പുഷ്പങ്ങൾ, പൂജയ്ക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ നാം തന്നെ നിർമാല്യമായി നാളെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് കിട്ടണു എന്നുള്ളത് നിങ്ങൾ പറയും. ഒന്ന് നല്ലോണം ആലോചിച്ച് പറയൂ. അതുകൊണ്ട് പൂജ വേണ്ട, സത്കാരം വേണ്ട എന്നല്ല സ്വാമിജി പറയുന്നത്. പൂജയുടെയും സത്കാരത്തിൻ്റെയും തത്വം നാം പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. എല്ലാ സമയത്തും 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ,
1-ാം ക്ലാസ്സിൽ നിന്ന് 2, 2-ൽ നിന്ന് 3, 10-ാം ക്ലാസ് 11, 12, അത് കഴിഞ്ഞാൽ സ്കൂളിനോട് യാത്ര പറഞ്ഞ് കോളേജിൽ പ്രവേശിച്ച് അവിടുന്നും യാത്ര പറഞ്ഞ് കർമ്മക്ഷേത്രത്തിലിറങ്ങി ധാരാളം പ്രവർത്തനം നടത്തി ആ പ്രവർത്തനത്തെ ശുദ്ധമാക്കി തൻ്റെ ഔന്നത്യത്തിനും സമാജത്തിൻ്റെ നന്മയ്ക്കും ഉത്കർഷത്തിനും വേണ്ടി വിനിയോഗിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നാം ഇവിടെ പ്രതിപാദിക്കുന്നത് മുഴുവനും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും അലിഞ്ഞു ചേർന്ന് കുടികൊള്ളുന്ന ആ വിശേഷപ്പെട്ട ചൈതന്യത്തെക്കുറിച്ച് പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്. ഭഗവാനെക്കുറിച്ച് ആവർത്തിച്ച് കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം പറയുന്നത് പോലെ ഇത് ആത്മാവിനെ പല വിധത്തിലും ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വികസിപ്പിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണിത്. ചാലക്കുടി സ്കൂളിൽ നിന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പ്രിൻസിപ്പലും കൂടി ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും വന്നു അവർ, ഞാൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തായാലും ആനുവൽ ഡേ ഒന്ന് പോയി കുട്ടികളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കണത്? അപ്പോൾ സ്വാമിജിയുടെ സംസാരം ഞങ്ങൾ മുക്തിസുധാകരത്തിൽ ധാരാളം കേൾക്കാറുണ്ട്. സ്വാമിജി കാര്യങ്ങളൊക്കെ അടിച്ച് തുറന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ പറയുന്നത് പല കാര്യങ്ങളും മുൻപ് പറഞ്ഞതാ. ആ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറയുമ്പോഴും അതിൽ കടുകട വ്യത്യാസം കാണാനില്ല എന്ന് ആദ്യമായിട്ട് ഒരാൾ ഞാൻ പറഞ്ഞു കേട്ടതാ അത്. അപ്പോൾ അത് ഉറപ്പിച്ച് പറയണു. അതേമാതിരി ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ് ഞങ്ങൾക്കും ആവശ്യം. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പുറപ്പെടുന്നുണ്ട്. പരമാവധി പഠിപ്പിച്ചു കൊണ്ടുവരണം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾ നന്നാവണമെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ സഹകരണം ഈ കാര്യത്തിന് ആവശ്യമാണ്. അവർ ഹോംവർക്ക് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. കുട്ടികൾക്ക് ധാരാളം സമയം വേണ്ടത്തോളം സമയം ചെലവിക്കുക, കുട്ടികൾക്ക് തൃപ്തി ഉണ്ടാവണം. അപ്പോൾ അച്ഛനമ്മമാരുടെ സഹവാസത്തിലൂടെയുള്ള ശിക്ഷണവും അവർക്ക് ആവശ്യമാണ്. ആ കാര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ സ്വാമിജി സംസാരിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അധ്യാപകന്മാരുടെ ദൗത്യം കൊണ്ട് മാത്രം കുട്ടികൾ നേരെയാവില്ല. അതോടൊപ്പം അച്ഛനമ്മമാരുടെ സഹവാസവും അവരുടെ സാന്ദ്രമായ പെരുമാറ്റവും വേണം എന്നുള്ളതാണ്. അതിനിപ്പോൾ അവിടെ അധ്യാപകന്മാർ വരുമോ, അവരായിരിക്കും കൂടുതൽ വരിക, കുട്ടികളും വരും, എല്ലാവരും വരും അവിടെ എന്നിങ്ങനെ പറഞ്ഞ് കുറേ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി അതിനെപ്പറ്റി. നമ്മുടെ ഈ അഷ്ടാവക്ര സംഹിതയുടെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താ? ഇത് ഒരധ്യായം കൊണ്ട് തീരണില്ലല്ലോ, അതിങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. നമ്മളുടെ ശരീരം ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു സാമ്പിൾ, ഒരു മാതൃകയാണ്. പാഞ്ചഭൗതികമാണ് പ്രപഞ്ചം മുഴുവനും. പാഞ്ചഭൗതികം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതുമാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഈ പഞ്ചഭൂതങ്ങളല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ തന്നെ പറയണു. എന്താ പറയണത്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടധ. ഈ പ്രകൃതി എന്ന് പറയുന്നതാണല്ലോ ഈ പ്രപഞ്ചം മുഴുവനും. ആ പ്രകൃതി 8 ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായതാണെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ഇല്ല എന്നൊരു തോന്നൽ വരിക. എന്താ ഇത്? പലപ്പോഴും പറഞ്ഞാലും മനസ്സിലങ്ങോട്ട് കയറുന്നില്ലല്ലോ, ധരിക്കണില്ലല്ലോ മനുഷ്യർ. എല്ലാം കൂടി എൻ്റെ പ്രകൃതിയിലെ 8 ഘടകങ്ങളാണ്. അതിൽ 5 എണ്ണം ബാഹ്യമാണ്, സ്ഥൂലമാണ്. ഭൂമി രാപോ നലോ വായു ഖം. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, ഇതാണ് പുറത്തുള്ളത്. ഇനി 8 ഘടകങ്ങളിൽ 3 എണ്ണവും കൂടി ഉള്ളതിനെ പറ്റി പറയുകയാണ്. മനോബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടധാന്ന്. പിന്നെ 3 ഘടകങ്ങളുള്ളത് മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ്. എൻ്റെ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ, ഈ പ്രപഞ്ച സൃഷ്ടിയിൽ പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളല്ലാതെ പുറത്തു നിൽക്കുന്ന 3 ഘടകങ്ങൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ഈ 3 എണ്ണം എവിടെയാ? എന്താ അവർ മിണ്ടാതെ? എവിടെയാത്? പഞ്ചഭൂതങ്ങൾ നീണ്ടു കിടക്കണമെന്ന് ഞാൻ സമ്മതിച്ചു. മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമ്മുടെ ഉള്ളിലാണ്. പഞ്ചഭൂതങ്ങൾ ജഡമായിരിക്കെ
ചേതനാത്മകമായ എന്തെങ്കിലും ഭാവപ്രകടനം ഉണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ അത് മനസ്സിനും ബുദ്ധിക്കും മാത്രമാണ്. അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മളോളം കാലം ഇവിടെ ഇതര ജീവജാലങ്ങളും ജീവിച്ചിട്ടുണ്ട്. കുരങ്ങന്മാരും ആനയും പൂച്ചയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരിൽ എന്തെങ്കിലും സഭ്യതയോ സിവിലൈസേഷനോ നിങ്ങൾ കാണാനുണ്ടോ? ഇല്ല. നമ്മൾക്ക് മാത്രമേ ഈ സിവിലൈസേഷൻ എന്നൊന്ന് പറയണത് ക്രിയാത്മകത നമുക്കേ ഉള്ളൂ. ആ ക്രിയാത്മകത ഈ ഭൗതികമായ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതല്ല. നമുക്ക് സങ്കല്പിക്കാനും ഭാവനാത്മകമാകാനും ആലോചിക്കാനും ഓർക്കാനും വിചിന്തനം ചെയ്യാനും കണ്ടുപിടിക്കാനും ഒക്കെ സാധ്യതയുള്ള മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തന വിശേഷം കൊണ്ട് മാത്രമാണ് പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു സഭ്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നുള്ളൂ. അതിനുള്ള കാരണം ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ്. ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും നമ്മുടെ ശരീരത്തിൽ ഉള്ളപ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് ആ കുട്ടികളുടെ മനസ്സും ബുദ്ധിയും നന്നാവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും മൂല്യങ്ങളും ശിക്ഷണങ്ങളും നമ്മുടെ പാഠ്യപദ്ധതികളിൽ ചേർത്തോ ചേർക്കാതെയോ അധ്യാപകന്മാർ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ നേരെയാവുന്ന എൻ്റെ ചോദ്യം. അപ്പം നമ്മൾ സിലബസ് പാഠങ്ങൾ മാത്രം പഠിപ്പിച്ച് കൃതാർത്ഥത ഒരാൾക്കും വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾക്ക് സ്വഭാവം, അതാണ് ക്യാരക്ടർ, പെരുമാറ്റം, അതാണ് ബിഹേവിയർ, മനുഷ്യരോടുകൂടിയും വസ്തുക്കളോടുകൂടിയും സമ്പർക്കം പുലർത്തുക. ഒരു പബ്ലിക് യൂറിനൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ വൃത്തിയായിട്ട് വയ്ക്കണം, അവനവൻ്റെ ഗൃഹത്തിൽ പോലും എങ്ങനെ പൊതുസ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുമാതിരി മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, വീട്ടുകാരോട്, നാട്ടുകാരോട്, സമാജത്തിലുള്ളവരോട്, ഉദ്യോഗസ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ, പള്ളിക്കൂടങ്ങളുണ്ടെങ്കിൽ അവിടെ, അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള മൂല്യങ്ങളും, ഒരു ഭാഗത്ത് സ്വഭാവം, മറുഭാഗത്ത് പെരുമാറ്റം, മൂന്നാമത്തെ ഭാഗത്ത് സമ്പർക്കം, ഇൻട്രാക്ഷൻ, വ്യവഹാരം. ഞാൻ എപ്പോഴും പറയും ക്യാരക്ടറൽ എലിഗൻസ്, ബിഹേവിയറൽ മെജസ്റ്റി ആൻഡ് ഇൻട്രാക്ഷണൽ എക്സലൻസ്. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ മനുഷ്യനുണ്ടെങ്കിൽ അവൻ എല്ലാ വിധത്തിലും ജയിച്ചു എന്ന് പറയാം. നമ്മുടെ സ്വഭാവ മികവ് നമുക്ക് വേണം. സ്വഭാവത്തിന് നല്ലൊരു മികവ്, നല്ലൊരു യോഗ്യത വേണം. പെരുമാറ്റത്തിന് നല്ല സൗഷ്ഠവം വേണം. സമ്പർക്കത്തിലോ നല്ല കുശലതയും നമുക്ക് വേണം. ഇത് മൂന്നും ഉണ്ടാക്കി കൊടുക്കത്തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ അധ്യാപകന്മാർ പെരുമാറേണ്ടത്. കാലത്ത് കുട്ടികളെ പറഞ്ഞയച്ചു അധ്യാപകന്മാരുടെ ഹസ്തങ്ങളിൽ. വൈകുന്നേരമാണ് അവർ മടങ്ങിപ്പോകുന്നത്. എത്രയധികം വിശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് അച്ഛനമ്മമാർ കുട്ടികളെ അധ്യാപക ഹസ്തങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അധ്യാപകന്മാർ മനസ്സിലാക്കുന്നുണ്ടോ? അധ്യാപനം എന്ന് പറയുന്ന ഒരു ജീവിതവൃത്തി നമ്മൾ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ അതൊരു ദൗത്യമായിട്ട് പരിഗണിക്കണം. അവിടെ ശമ്പളം എത്ര കിട്ടി കിട്ടിയില്ല, കുറവ് കൂടുതൽ, ഈ വാക്കൊന്നും പറയരുത്, എന്നാൽ കസേരയിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോക്കോളൂ. അധ്യാപനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും തമ്മിലുള്ള വിശേഷപ്പെട്ട ഒരു സമ്പർക്കമാണത്. അത് വലിയ ഒരു പ്രതിബദ്ധതയാണ്. ആ കുട്ടികൾക്ക് വേണ്ടതെല്ലാം നല്ലപോലെ പറഞ്ഞു കൊടുക്കണം. അധ്യാപകന്മാരുടെ അടുത്ത് വരാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവണം. പെറ്റു വളർത്തിയത് വീട്ടിലുള്ളവരാ, പക്ഷേ പഠിപ്പിച്ചു വളർത്തുന്നത് അധ്യാപകന്മാരാണ്. അപ്പോൾ അവർ പേടിപ്പിക്കരുത്. നല്ല വിശ്വാസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം, വാത്സല്യം കൊടുക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. നമ്മുടെ സ്വഭാവമൊക്കെ നന്നാവാൻ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, കാണുന്നത്, കേൾക്കുന്നത്, ഭക്ഷിക്കുന്നത്, നാം ധരിക്കുന്ന വസ്ത്രം, എല്ലാറ്റിലും തന്നെ നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതാണ് ദൃശ്യവസ്തുക്കളെല്ലാം തന്നെ. അതിൽ കണ്ണിന് കാണാനുള്ളതാണ് നിറങ്ങൾ മുഴുവനും, ചെവിക്ക് കേൾക്കാനുള്ളതാണ് എല്ലാ ശബ്ദങ്ങളും. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽക്ക് നിങ്ങൾ എന്തെല്ലാമാണ് കേൾപ്പിക്കേണ്ടത്, എന്തെല്ലാമാണ് കാട്ടിക്കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം. കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ ദൃശ്യങ്ങൾ മുഴുവൻ ഉള്ളിലിങ്ങനെ പ്രവേശിക്കുകയാണ്. അതാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. ചെറിയ കുട്ടികൾക്കടക്കം എന്തെല്ലാം നമ്മൾ തുറസ് എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെല്ലാറ്റിനും മനസ്ഥലത്തിലാണ് ഇത് ചെന്ന് പതിയുന്നത്. കണ്ണു തുറന്ന് കാണുന്നതൊക്കെ മനസ്സിൽ പതിയും. ആ പതിപ്പ് ഒരു കാലത്തും ഇല്ലാതെയാവില്ല. അതാണ് പിന്നീട് മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. പലതരത്തിലും കുറ്റവാളികൾ പലതും കാണുന്നു.
ഇന്നലെയായിട്ട് പേപ്പറിൽ കണ്ടത് ഏതോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, വലിയൊരു നോട്ട് എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ ഈ ആത്മഹത്യ എന്ന് പറയുന്ന പ്രവണത, ഈ പ്രവണതയ്ക്കെതിരെ അധ്യാപനം നല്ലപോലെ വേണ്ടതുപോലെ നടക്കുന്നുണ്ടോ? നമ്മുടെ റേഡിയോയിലും ദൂരദർശനും എല്ലാറ്റിലും തന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിയല്ല. മനുഷ്യജീവനെ ഒരു കാലത്തും നശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഭക്ഷണം കിട്ടാതെയല്ല, രോഗം വന്നിട്ടല്ല, ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന കുട്ടികളടക്കം അവർക്കൊക്കെ ഒന്ന് മരിക്കാൻ ഒരു വിഷമവുമില്ല. നമ്മൾ ജനിച്ചത് ജീവിക്കാനാണ്, മരിക്കാനല്ല. മരണം വരും ഒരു പാട്ടിൽ, അതിൻ്റെ പാട്ടിൽ വന്ന് പൊക്കോട്ടെ, ആ സമയത്ത് എല്ലാവരും മരിക്കും. നമ്മളാരും മരണം ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇതിങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം? പല വിധത്തിലും കുറ്റവാളികളാവുന്നുണ്ട്. കുറ്റവാസന. ഒരാൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കാനായിട്ട് ഇവിടെ നിയമമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശിക്ഷിക്കാനേ നിയമമുള്ളൂ. കുറ്റവാസനയ്ക്കെതിരെ ശിക്ഷണം നൽകുന്നതായ ഒരു വ്യവസ്ഥ നമുക്ക് വേണം. നമുക്കിവിടെ ശിക്ഷയല്ല ആവശ്യം, ശിക്ഷണമാണ് ആവശ്യം. അപ്പം എങ്ങനെയാണ് ഈ വാസനാബലം മനസ്സിൽ രൂപപ്പെടുന്നത്? ചെറുപ്പകാലം മുതൽക്ക് വീട്ടിലും നാട്ടിലും സ്കൂളിലും മറ്റുള്ളിടത്തും എല്ലാം എന്തെല്ലാം തുറപ്പുണ്ടോ ആ തുറപ്പാണ് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ഓരോന്നും വളർത്തിക്കൊണ്ടുവരുന്നത്. ആ കുറ്റവാസനയെ മനസ്സിലാക്കി സമാജത്തിൻ്റെ മനസ്സാക്ഷിയെ അതിനെതിരെ കെട്ടിപ്പടുത്ത് നമുക്ക് കൊണ്ടേണ്ടി വരും. നിയമം കൊണ്ട് ഒരിക്കലും കുറ്റവാസന ഇല്ലാതെയാക്കാൻ പറ്റില്ല. ചെയ്താൽ ശിക്ഷിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാനുള്ള പ്രവണത മനസ്സിലാണ് രൂപപ്പെടുന്നത്. ആ മനസ്സിൽ തന്നെ വേണം അതിനെ ചികിത്സിക്കാൻ. അതാണ് ഈ മൂല്യപ്രതിബദ്ധത എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികളോട് നല്ലതെന്ത്, ചീത്തയെന്ത്, ചീത്തയ്ക്ക് എന്താണ് വിവരണം, നല്ലതിന് എന്താണ് നന്മ, അത് രണ്ടും താരതമ്യപ്പെടുത്തി പഠിപ്പിച്ച് അവരുടെ ബുദ്ധിയിൽ തന്നെ ചീത്തയ്ക്കെതിരെ നല്ലതിന് അനുകൂലമായിട്ടുള്ള ഒരു സജ്ജീകരണം, ഒരു തയ്യാറെടുപ്പ് അവരുടെ ഉള്ളിൽ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണം. എവിടെയാണോ പിഴവുകൾ വരുന്നത് അവിടെ പ്രവേശിച്ചിട്ട് വേണം അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ. അപ്പം ഞാൻ ഈ അധ്യാത്മമായിട്ടുള്ള ഈ അഷ്ടാവക്ര സംഹിത ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിനോടൊരു മതിപ്പ് തോന്നണം. നമ്മൾ വെറും ശരീരം മാത്രമല്ല പേറി ഇവിടെ നടക്കുന്നത്. നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിൻ്റെ വ്യാപ്തി എത്ര, അഗാധത എത്ര, മഹിമ എത്ര, ഔത്കൃഷ്ട്യം എത്ര, അതിൻ്റെ പരിമാണവും മാനവും എവിടത്തോളം എത്തും, ഇങ്ങനെയെല്ലാം നല്ല പോലെ മനസ്സിലാക്കി നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രകൃതിയ അനിവാര്യമായി ഈ ബാഹ്യഭ്രമം കുറഞ്ഞു വരും. ബാഹ്യത്തിലുള്ള ഭ്രമം കൊണ്ടാണല്ലോ സർവ്വ കുറ്റങ്ങളും തകരാറുകളും വരുന്നത്. സീതയ്ക്ക് പോലും പൊന്മാനെ കണ്ടപ്പോൾ തോന്നിയ ആശയാണ് സർവത്ര വിനയം ഉണ്ടാക്കി തീർത്തത്. ഒരു പൊന്മാനെ കണ്ടപ്പോൾ ഇത്രയധികം ആശിക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് പൊന്മാനിൽ നിന്നാണോ സന്തോഷം വരുന്നത്, അതോ സന്തോഷത്തിൻ്റെ ഉപജ്ഞാതാവ് നമ്മുടെ മനസ്സോ? ഇത് നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം. ഒരു വ്യക്തിക്കും ലോകത്തിൽ ഒറ്റയ്ക്ക് പുരോഗമിക്കാൻ സാധിക്കില്ല. വ്യക്തി സമാജത്തിൻ്റെ ഒരംഗമാണ്. ശരീരത്തിൻ്റെ ഒരു കോശം, ഒരു സെൽ എങ്ങനെയോ അതുപോലെയാണ് ഒരു വ്യക്തി വിശാലപ്പെട്ട സമാജത്തിൽ. 125 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ. ഈ 125 കോടി ജനങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഓരോ അമ്മ പെറ്റ് വളർത്തി പൊക്കിൾ കൊടി മുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ. അത് നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാവരും ജനിക്കുന്നത്, ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒറ്റയ്ക്കാണ് വസ്ത്രം ധരിക്കുന്നത്, ഒറ്റയ്ക്കാണ് കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ആലോചിക്കുന്നത്, വിവേകം വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ സമാജത്തിൻ്റെ ഘടകമാണ്. ഒരു കോശം എങ്ങാനും അനാരോഗ്യപ്പെട്ടു, അതിന് വിഷം തട്ടിയെന്നിരിക്കട്ടെ, ശരീരം മുഴുവൻ അപകടത്തിലാകുന്നത് മാതിരി സമാജം മുഴുവൻ തകരാറിലാവും ഒരു വ്യക്തി കേടുവന്നു എന്ന് വന്നാൽ. സാരല്യ എന്ന് പറഞ്ഞ് വിടരുത്. എങ്ങാനും ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ഒരു വ്യക്തി ചെയ്താൽ അതിന് സമാജത്തിൽ വിശാലമായ സ്വാധീനമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കണം, പരിഗണിക്കണം, ചിന്തിക്കണം. ഇതിനെതിരെ ജനങ്ങളുടെ മനസ്സാക്ഷിയെ എങ്ങനെ തട്ടി ഉണർത്താം എന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ മനസ്സിന് വലിയ സ്ഥാനമാണ്. ആ മനസ്സിനെ ശരിയാക്കുന്നതിൽ ബുദ്ധിക്കും നല്ലപോലെ സ്ഥാനമുണ്ട്. അതെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ പുറം ലോകത്തിലുള്ള ദൃശ്യങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരമാണ്. നവദ്വാരേ പുരേ ദേഹി എന്നൊക്കെയാണ് ശ്രീകൃഷ്ണൻ നമ്മുടെ ശരീരത്തിനെ പറ്റി പറയണത്. 9 ദ്വാരങ്ങളുള്ള ഒരു പട്ടണമാണ് നമ്മുടെ ഈ ശരീരം എന്ന വിവരണം. നിങ്ങളിതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുവപ്പാ.
നമ്മുടെ ശരീരം ഒരു പട്ടണം, ഒരു നഗരമാണ്. 9 ദ്വാരങ്ങളുള്ള നഗരമാണത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു പട്ടണത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ദീർഘവിസ്താരങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വപ്നത്തിലൊരു പുതിയ ലോകം കണ്ട് ആ ലോകത്തിൽ നമ്മൾ സഞ്ചരിച്ച് വാഷിങ്ടൺ, ജർമ്മനി, സ്റ്റോക്ക്ഹോം ഇങ്ങനെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ ശരീരം നിങ്ങൾ വിചാരിക്കുന്ന മാതിരി പരിമിതമാണെങ്കിലും ശരീരം ഉള്ളടക്കുന്ന മനസ്സിൻ്റെ വ്യാപ്തി പരിമിതമേ അല്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. ചെറുപ്പകാലം മുതൽക്ക് തന്നെ കുട്ടികളെ ശീലിപ്പിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നു. അതെന്താ? അധ്യാപകന്മാർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നല്ല താല്പര്യമുണ്ടാവണം. അവർ വേണ്ടി വന്നാൽ അധ്യാപകന്മാർക്കല്ല, അവർ വേണ്ടി വന്നാൽ അധ്യാപകന്മാരോട് ചോദിക്കണം, ഞങ്ങളുടെ പങ്ക് നിങ്ങൾ നിർവഹിക്കുന്നുണ്ടോ, നിങ്ങൾ കൂടുതലായിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ചുമതല നിങ്ങളുടെ കുട്ടികളിലാണ്. എനിക്കൊരു ഉദ്യോഗം കിട്ടി, ഞാൻ പഠിച്ചു, പഠിപ്പ് വെറുതെ കളയാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഉദ്യോഗം വേണം, അപ്പോൾ കുട്ടികളെ ഞാൻ വല്ലവരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങളുടെ പഠിപ്പും നിങ്ങളുടെ സമ്പാദ്യവും അവസാനം എന്താ? നിങ്ങളിൽ നിന്ന് ഈ ലോകത്തിന് കിട്ടുന്നത് പ്രധാനപ്പെട്ട മുതൽക്കൂട്ട് നിങ്ങൾക്കുണ്ടായ കുട്ടികളും അവരുടെ വളർച്ചയും വികാസവുമാണ്. അപ്പം ഇതെല്ലാം ഊന്നുന്നതിലാണ് ഈ അഷ്ടാവക്ര സംഹിതയുടെ മഹിമയുള്ളത്. എത്രത്തോളം മനസ്സിനെ പുകഴ്ത്തി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോളൂ. മനസ്സിൻ്റെ വിവരണം: സാകാരമനൃതം വിദ്ധി നിരാകാരം തു നിശ്ചലം ഏതത്തത്വോപദേശേന ന പുനർഭവ സംഭവ. സാകാരമനൃതം വിദ്ധി. പറയട്ടെ? കേൾക്കുമോ? നിങ്ങൾ കേൾക്കുമോ? ഇത്തിരി സംശയമുണ്ട്. ആകാരത്തോടു കൂടിയുള്ളത് മുഴുവനും അസത്യമാണ്, അവാസ്തവമാണ്. നിരാകാരം എപ്പോഴും നിശ്ചലമായിരിക്കുന്നു. ഏതത് തത്വോപദേശേന ന പുനർഭവ സംഭവ. ഈ തത്വം വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടി പുനഃസൃഷ്ടി എന്നൊരു പരാമർശമേ ഉണ്ടാവില്ല എന്ന്. ആകാരത്തിനാണല്ലോ ഈ സൃഷ്ടി നടക്കുന്നത്. ആകാരം മിഥ്യയാണ് ശരിയല്ലെങ്കിൽ, നിരാകാരമാണ് വാസ്തവമെങ്കിൽ അത് നിശ്ചലമാണെങ്കിൽ അവിടെ ക്രിയാത്മകത ഒരിക്കലും ഉണ്ടാവില്ല. നിശ്ചലം എന്ന് പറയുന്ന ഒരു സാധനം എന്തെങ്കിലും തരത്തിൽ ചലിക്കുമോ ഗമിക്കുമോ? അപ്പോൾ പിന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ വക ചോദ്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയണത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ പരിശ്രമിക്കാം. നിങ്ങൾ കേട്ടാൽ എൻ്റെ അടുത്ത് പറയണം ഞങ്ങൾക്ക് കേട്ടു മനസ്സിലായി എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് സാകാരമോ നിരാകാരമോ? ആദ്യത്തെ ചോദ്യത്തിനില്ല മറുപടി. ശരീരത്തിന് ആകൃതിയുണ്ട്, വണ്ണമുണ്ട്, പൊണ്ണമുണ്ട്, ഭാരമുണ്ട്, തൂക്കമുണ്ട്, കട്ടിയാണ്. അപ്പം കട്ടിയായിട്ടുള്ള ഒരു ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മനസ്സിനെ കട്ടി ഉണ്ടാവാൻ പറ്റുമോ? എന്താ അവരും മിണ്ടാതെ? ഒന്ന് പറയുന്നപ്പാ. ഈ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ഭൗമമായിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. എല്ല്, മാംസം, ഇതൊക്കെയുണ്ട് നമ്മുടെ ശരീരത്തിൽ. പിന്നെ ദ്രവവസ്തു, ജലമുണ്ട്, 80% വെള്ളമാണ്. വായു എല്ലാ സ്ഥലത്തിലും വ്യാപിച്ചു കിടക്കണു. നമ്മുടെ ശരീരം ആസകലം ചൂടുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ 4 ഇനി 5ാമത്തെ ഭൂതമാണ് ആകാശം. അതുമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ചെവി ഉപയോഗിച്ച് നാം കേൾക്കുന്നത്. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ആകാശവും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സ്ഥൂല സൂക്ഷ്മമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ശരീരത്തിൽ അടിതൊട്ട് മുടിമര വ്യാപിച്ചു കിടക്കുന്ന മനസ്സ് അതിസൂക്ഷ്മമോ അതോ സ്ഥൂലമോ? ആരും എന്താ മിണ്ടാത്തെ? വളരെ വളരെ സൂക്ഷ്മമാണോ അതോ സ്ഥൂലമാണോ? സൂക്ഷ്മമായതിന് ആകാരം ഉണ്ടാവുമോ? കാറ്റിന് ആകാരമുണ്ടോ? ആകാശത്തിന് ആകാരമുണ്ടോ? പിന്നെ മനസ്സിനുണ്ടാവോ? ഉറപ്പിച്ച് പറയും. ഇല്ല. ആയില്ല. തയ്യാറായിക്കോളൂ. മനസ്സ് നിരാകാരമാണ് എന്നുണ്ടെങ്കിൽ
നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് നാം ലോകവസ്തുക്കളോട് സമ്പർക്കം പുലർത്തി വരുന്നു. ഈ സമ്പർക്കം പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളൊന്ന് നല്ലോണം ആലോചിക്കൂ. കാലത്തെണീറ്റ് സൂര്യൻ ഉദിക്കുന്നത് നാം ഭൂമിയിൽ ഏതോ ഒരു മൂലയിൽ ഒരു കോണിലിരുന്ന് കാണുന്നു. സൂര്യൻ ഉദിക്കുന്നത് എങ്ങോ അകലെ, നാം ഇവിടെ ഇരുന്നാണ് കാണുന്നത്. കാണുന്ന കണ്ണ് നമ്മുടെ ശരീരത്തിൽ, സൂര്യൻ എങ്ങോ അകലെ. അപ്പം അകലെയുള്ള സൂര്യനെ ഇവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാ ഉദിച്ചു എന്ന്? അങ്ങോട്ട് പോയിട്ടാണോ? സൂര്യൻ ഇങ്ങോട്ട് വന്നിട്ടാണോ? അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടും പോയില്ല, സൂര്യൻ ഇങ്ങോട്ടും വന്നില്ല. ഇത് രണ്ടും കൂടാതെ എന്ത് പ്രക്രിയയാണ് നമ്മൾ സൂര്യനെ കാണാൻ ഇടവരുത്തുന്നത്? ആലോചിച്ച് നോക്കൂ. സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കാചപടലം എന്ന് പറഞ്ഞാൽ കോർണിയ, ആ കാചപടലത്തിൽ തട്ടി ആ സൂര്യൻ്റെ ഒരു പ്രതിബിംബം, ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുത്തുന്നു. അപ്പം മനസ്സ് നിരാകാരമാണ്, അതിസൂക്ഷ്മമാണ് എന്നുണ്ടെങ്കിൽ ആ നിരാകാരവും അതിസൂക്ഷ്മവുമായിരിക്കുന്ന മനസ്സിൽ രൂപപ്പെടുന്ന പ്രതിച്ഛായ സാകാരമാകുമോ? ബുദ്ധി കൊണ്ടേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടെലിസ്കോപ്പ് എത്തില്ല, മൈക്രോസ്കോപ്പും ചെല്ലില്ല. എന്നോട് നിങ്ങൾ ഇപ്പം പറയണം മറുപടി, അല്ലെങ്കിൽ നിങ്ങളുടെ പുരികത്തിന് മീതിയുള്ള തല എനിക്കില്ല എന്ന് പറയണം. മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എവിടെയോ കിടക്കുന്ന സൂര്യൻ ഒരു ബിംബമാണ്, സ്ഥൂലമാണെന്ന് സമ്മതിച്ചു. പക്ഷേ നാം കാണുന്ന സൂര്യൻ, ആ സൂര്യനെ ആണോ നാം കാണുന്നത്? അതോ നമ്മുടെ മനസ്സ് കണ്ണിൻ്റെ കാചക പടലത്തിൽ സൂര്യരശ്മികൾ വന്ന് തട്ടി അത് റെറ്റിനെ കൂടിയൊക്കെ പോയി ഉള്ളിൽ മനസ്ഥലത്തിൽ ഒരു പ്രതിബിംബമോ പ്രതിച്ഛായയോ മനസ്സ് തന്നെ ഉണ്ടാക്കണോ മനസ്ഥലത്തിൽ? അപ്പം മനസ്സുണ്ടാക്കുന്ന പ്രതിച്ഛായ മാനസമല്ലേ ആവുള്ളൂ? മനസ്സ് നിരാകാരമാണെങ്കിൽ പ്രതിച്ഛായയോ? പ്രതിച്ഛായ നിരാകാരമല്ലേ? ഈ ലോകം മുഴുവനും കാണുന്നത് നിരാകാരമായിരിക്കുന്ന മനസ്സിൻ്റെ രചനയല്ലേ? ഒരാന അവിടെ ഉണ്ട്, ഞാൻ ആ ആനയെ കണ്ടു. നിങ്ങൾ കാണുന്ന ആന ആ ആനയല്ല കാണുന്നത്. ആ ആന അവിടെ നിൽക്കണേ ഉള്ളൂ, അത് അതിൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കണു. നിങ്ങൾ കാണുന്ന ആന പ്രകാശകിരണങ്ങൾ ആനയിൽ ചെന്ന് തട്ടി അവിടുന്ന് പ്രതിബിംബിച്ചു വന്ന് കാചപടലത്തിലൂടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന മാനസ ആനയാണ് നിങ്ങൾ കാണുന്നത്. ആ മാനസ ആന സ്ഥൂലമാണോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. സ്ഥൂലമാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ അത് ഒതുങ്ങോ? ഒന്ന് പറയണപ്പാ. സ്ഥൂലമായിട്ടുള്ള ആന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങോ? ആ ആന അവിടെ നിൽക്കണു, ഞാൻ കണ്ടത് കൊണ്ട് അതിനൊരു ഭ്രംശവും വരണില്ല, അത് നിന്നിടത്ത് നിൽക്കണേ ഉള്ളൂ. പക്ഷെ ഞാൻ കാണുന്നുണ്ട് അതിനെ. അപ്പം ഞാൻ കാണുന്ന ആന ആ ആനയാണോ? അതോ എൻ്റെ മനസ്സിൻ്റെ രചനയായി ഉള്ളിൽ രചിക്കുന്ന ആ പ്രതിച്ഛായയോ? അങ്ങനെ നാം കാണുന്ന ലോകം മുഴുവൻ മനസ്സിലുള്ള പ്രതിച്ഛായയല്ലേ? അങ്ങനെ മനസ്സിലുള്ള പ്രതിച്ഛായയാണ് ഈ ബാഹ്യലോകം മുഴുവനും എന്നുണ്ടെങ്കിൽ അത് വാസ്തവമോ അവാസ്തവമോ? സാകാരമനൃതം വിദ്ധി, സാകാരമനൃതം വിദ്ധി. ആകാരത്തോടു കൂടി ഉള്ളതെല്ലാം അനൃതമാണ്, അവാസ്തവമാണ്. അപ്പം ഞാൻ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഞാൻ കൽപ്പിച്ചു കൊടുക്കുന്ന വില അതിനില്ല, ഇല്ല. ആകാരം എന്ന് പറയുന്നത് അവാസ്തവമാണെങ്കിൽ സ്വപ്നസമം ഉണ്ടായി തീർന്നുമായുന്നതാണ്. ഞാൻ കാണുന്ന ആന എൻ്റെ മനസ്സിൽ ഉദിച്ചു, കുറച്ച് കഴിഞ്ഞാൽ ആ ആന മനസ്സിൽ തന്നെ അസ്തമിച്ചു, അതവിടെ നിൽക്കണില്ല. മനസ്സിൽ വരുന്ന വിചാരങ്ങൾ മുഴുവൻ ഉദിക്കുന്നത് പോലെ അസ്തമിക്കുന്നു. ഞാൻ കാണുന്ന വസ്തുക്കൾ ഒരൊറ്റെണ്ണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങണില്ല. അതിന് 3 ഡയമെൻഷൻസ് എന്ന് പറയണത് ഇല്ല, 3 അളവില്ല അതിന്. എൻ്റെ മനസ്സിൽ ഉദിച്ച് അസ്തമിക്കുന്നതാണത് മുഴുവനും. അങ്ങനെ വരുമ്പോഴോ എന്തായി?
ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ധരിക്കാൻ വിഷമമാകാം. ആ വിഷമം നിങ്ങൾക്ക് കവച്ചു വെച്ചേ പറ്റുള്ളൂ. നമ്മുടെ ശാസ്ത്രം ഒബ്ജക്റ്റീവ് സയൻസ് പറയണത് എന്താ? ഏതെങ്കിലും ഒരു വസ്തുവിന് ഭൂമിയിൽ 6 കിലോഗ്രാം തൂക്കമുണ്ടെന്ന് വയ്ക്കുക. ആ വസ്തുവിനുള്ള തൂക്കമല്ലാതെ ഭൂമിയുടെ ആകർഷണ ശക്തി ഉണ്ടാക്കി തീർക്കുന്ന ഭാരമാണ്. അതിനെ ചന്ദ്രകോശത്തിൽ കൊണ്ടുപോയി ചന്ദ്രൻ്റെ തലത്തിൽ കൊണ്ടുപോയാൽ അതിന് 1 കിലോവേ തൂക്കമുണ്ടാവുള്ളൂ. ശൂന്യാകാശത്തിൽ പോയാലോ തൂക്കവും ഭാരവും രണ്ടും ഉണ്ടാവില്ല. അപ്പം ഭൂതലത്തിൽ മാത്രം അനുഭവപ്പെടുന്ന തൂക്കം വാസ്തവികമോ അവാസ്തവികമോ എന്ന് ഇപ്പം പറയണം നിങ്ങൾ എന്നോട്. ഒന്ന് പറയണപ്പ. ഇല്ലാത്ത തൂക്കം ഭൂമി ഉണ്ടാക്കി തീർക്കണു, അതേ തൂക്കം ശൂന്യാകാശം ഇല്ല എന്ന് പറയണു. അപ്പം ആ വസ്തുവിന് തൂക്കം ഉണ്ടെന്ന് വിചാരിക്കണോ ഇല്ലെന്ന് വിചാരിക്കണോ? നിങ്ങൾ തന്നെ പറയും. അതുമാതിരി ഈ ലോകം, നാം കാണുന്ന ലോകം മുഴുവനും നമ്മുടെ മനസ്സാണ് കാണിച്ചു തരുന്നത്. മനസ്സിലുള്ള പ്രതിച്ഛായകളും പ്രതിബിംബങ്ങളുമാണ് അതിൽ മുഴുവനും ഉള്ളത്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. ഞാൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു കുറവും വരണില്ല. എൻ്റെ മനസ്സ് സൂക്ഷ്മരൂപത്തിൽ എൻ്റെ മനസ്ഥലത്തിൽ ഉണ്ടാക്കി തീർക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന നിങ്ങളുടെ രൂപത്തിന് ഭാരമുണ്ടോ? 3 ഡയമെൻഷൻ ഉണ്ടോ? ഈ വസ്തുക്കളെയൊക്കെ കാണുന്ന സമയത്ത് ആ വസ്തുക്കളെ എൻ്റെ മനസ്സ് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വസ്തു അതിലായിത്തീരുന്നുണ്ടോ മനസ്സ്? ആനയെ കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സ് ആനയായോ? ഒന്ന് പറയണപ്പ. കുതിരയെ കണ്ടതുകൊണ്ട് കുതിരയായോ? അപ്പം ദുഃഖം അനുഭവിക്കുന്നത് കൊണ്ട് ദുഃഖമായോ? സുഖം അനുഭവിക്കുന്നതുകൊണ്ട് സുഖിയായോ? പറയും. റെഡ് ഹിം. ദുഃഖം അനുഭവിക്കുമ്പോൾ ഞാൻ ദുഃഖിയാവുന്നില്ല, സുഖം അനുഭവിക്കുമ്പോൾ ഞാൻ സുഖിയാവുന്നില്ല. അച്ഛനാവുമ്പോൾ ഞാൻ അച്ഛനല്ല, അമ്മയായപ്പോൾ ഞാൻ അമ്മയല്ല. ഞാനാണ്. ഞാൻ മാത്രമാണ്. എൻ്റെ ജ്ഞാനത്തിൽ ഒരു മാറ്റവും ഒരു കാലത്തും വരണില്ല. ഇതാണ് അഷ്ടാവക്ര സംഹിത നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ആ സത്യമായിട്ടുള്ള ഒരു മാനമുണ്ട്, ഒരു മഹിമയുണ്ട്, ഒരു മഹത്വമുണ്ട്, ഒരു മേന്മയുണ്ട്, ഒരു വികാസമുണ്ട്, ഒരു ഔന്നത്യമുണ്ട്, ഒരു അഗാധതയുണ്ട്. അത് മനസ്സിലാക്കൂ. ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിൽ നടക്കട്ടെ, നിങ്ങൾക്കൊരു കുലുക്കവും കുലുങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യപ്പെട്ട് ജനിച്ചതല്ല ഈ ശരീരം, നമ്മൾ ആവശ്യപ്പെട്ട് നിലനിർത്തുന്നതുമല്ലാതെ. ഇതിന് ശ്വസിക്കാനുള്ള കാറ്റ് അച്ഛനോ അമ്മയോ മുത്തശ്ശനോ തന്നതല്ല. ലോകത്തിൽ ഒരാളും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ രചിക്കുന്നതല്ല. ഭൂമിയിൽ കാറ്റുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നു. വെള്ളമുണ്ട്, അതുകൊണ്ട് കുടിക്കണു. ഭൂമിയിൽ നാം ഊന്നി നിൽക്കണു. ഈ ഭൂമി ഇല്ലെങ്കിൽ നമ്മളൊക്കെ പോവും. അങ്ങനെ അസ്വതന്ത്രരായി സാപേക്ഷികമായി ജീവിക്കുന്ന നമുക്ക് എന്തിനാണ് ഈ പേടി പാടില്ല. മനസ്സിൽ വേണ്ടത്ര വിവേകമുദിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ച് ആലോചിക്കൂ. സാകാരമനൃതം വിദ്ധി നിരാകാരം തു നിശ്ചലം ഏതത്തത്വോപദേശേന ന പുനർഭവ സംഭവ. ഈ ഒരൊറ്റ തത്വം മാത്രം മതി ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള ഭാവം മനസ്സിൽ നിന്ന് പോകാൻ. ന നിരോധോ ന ചോത്പത്തി ന ബദ്ധോ ന ച സാധകഃ ന മുമുക്ഷുഃ ന വൈ മുക്തഃ ഇത്യേഷാ പരമാർത്ഥത. മാണ്ഡൂക്യകാരികയിൽ പറയുകയാണ്, ഉപനിഷത്തിലും പെട്ടതാ. കേൾക്കണോ നിങ്ങൾക്കിതൊക്കെ? ന നിരോധോ ന ചോത്പത്തി. ഇവിടെ നിരോധം എന്നൊന്നില്ല, നിഗ്രഹം ലയം എന്നൊന്നില്ല. നചോത്പത്തി, ഉത്പത്തിയുമില്ല. ന ബദ്ധോ ന ച സാധകഃ. ഇവിടെ ബദ്ധനായിട്ടൊരാളില്ല. ആ ബന്ധനം നീങ്ങാൻ വേണ്ടി സാധന ചെയ്യുന്ന ഒരു സാധകനുമില്ല. ന മുമുക്ഷുഃ, മോക്ഷം വേണമെന്ന് അഭിലഷിക്കുന്നവനില്ല. ന വൈ മുക്തഃ, മുക്തനുമില്ല. ഇത്യേഷാ പരമാർത്ഥത. ഇത്യേഷാ പരമാർത്ഥത. ഒന്ന് പറയും. ഇത്യേഷാ പരമാർത്ഥത. ന നിരോധോ ന ചോത്പത്തി ന
ന ബദ്ധോ ന ബദ്ധോ ന ച സാധകഃ ന ച സാധകഃ ന മുമുക്ഷുഃ ന മുമുക്ഷുഃ ന വൈ മുക്തഃ ന വൈ മുക്തഃ ഇത്യേഷാ പരമാർത്ഥത. പരമാർത്ഥത. ഇതാണ് പരമാർത്ഥം, ഇതാണ് പരമാർത്ഥം, ഇതാണ് പരമാർത്ഥം. എന്താ കാരണം? സാകാരമനൃതം വിദ്ധി. പറയൂ. സാകാരമനൃതം വിദ്ധി. സാകാരം അനൃതമാണ്. നിരാകാരമായി ആകാശം പോലെ പരിലസിക്കുന്ന ഒരു പരമാത്മ സത്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ സത്യം അനങ്ങളില്ല, അത് നിശ്ചലമാണ്. നിശ്ചലമായ ആ വസ്തുവിൽ എന്ത് സൃഷ്ടി, എന്ത് സംഹാരം, എന്ത് സ്ഥിതി, എന്ത് ജനനം, എന്ത് മരണം, ഇതുവരെ നമ്മുടെ ബുദ്ധി ഗ്രഹിക്കണു, അതിൽ ആനന്ദിക്കുന്നു, അതിൽ ആഹ്ലാദ തിമിർപ്പോടുകൂടി ഊളയിട്ട് കളിക്കണു. ഇതെല്ലാം നമുക്ക് സാധിക്കും. ജനക മഹാരാജാവേ, കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ശങ്കരാചാര്യൻ ഒരു സ്തുതി എഴുതിയിട്ടുണ്ടെന്ന്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത്കൽപിതം സ്തുത്യാ അനിർവചനീയത അഖില ഗുരോ ദൂരീകൃതായന്മയാ വ്യാപിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ ക്ഷന്തവ്യം ജഗദീശ തദ്വികലത ദോഷത്രയം മത്കൃതം. എൻ്റെ ഭഗവാനെ, സർവാത്മസ്തുതി, ബ്രഹ്മസ്തുതി എന്നാണ് ഇതിന് പറയുക. ആ ബ്രഹ്മത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജിജ്ഞാസു പറയുകയാണ്, രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത്കൽപിതം. വാസ്തവത്തിൽ പരമസത്യം എങ്ങനത്തതാ? അതിന് ഒരു വിധത്തിലുള്ള ആകാരമോ രൂപമോ ഇല്ല. അപ്പം രൂപവിവർജിതമാണ് പരബ്രഹ്മം. ആ രൂപവിവർജിതമായ പരബ്രഹ്മത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? സഗുണധ്യാനം, നിർഗുണധ്യാനം, സാകാരം, നിരാകാരം, ആന, കുതിര, ഒട്ടകം, വിഘ്നേശ്വരൻ, സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ, അയ്യപ്പൻ, എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? രൂപം രൂപവിവർജിതസ്യ ഭവതോ, രൂപവിവർജിതസ്യ ഭവതോ. രൂപം തീരെ ഇല്ലാതെയിരിക്കുന്ന അങ്ങയെക്കുറിച്ചാണ് ഈ കണ്ട രൂപങ്ങൾ മുഴുവൻ എൻ്റെ ധ്യാനത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയത്. അങ്ങ് എന്തല്ലയോ അതൊക്കെ ആക്കി തീർത്തു. ഇത് തെറ്റോ ശരിയോ എന്ന് നിങ്ങളിപ്പോൾ പറയും. അങ്ങ് അല്ലാത്തത് മുഴുവൻ ഞാൻ ആക്കി തീർത്തത് തെറ്റോ ശരിയോ? തെറ്റ്. ഇതന്നെയാണ് എൻ്റെ പേരിൽ വന്ന ആദ്യത്തെ തെറ്റ്. സ്തുത്യ അനിർവചനീയത അഖില ഗുരോ ദൂരീകൃതായന്മയ. പരബ്രഹ്മത്തെ പറ്റി ഒരേ ഒരു വിവരണം, അനിർവചനീയം, ഇന്നതെന്ന് നിർവചിക്കാൻ പറ്റില്ല. പരബ്രഹ്മത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയണത് അഘടന ഘടന പടീയസി മായാന. ഘടിക്കാത്തതിനെ ഘടിപ്പിക്കാൻ ത്രാണിയുള്ള വിശേഷപ്പെട്ട ഒരു ശക്തിയാണ് മായ. എന്തിനെ ഘടിപ്പിക്കാൻ പറ്റില്ലയോ അതിനെ ഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശക്തി, അതാണത്. അങ്ങനെയുള്ള പരബ്രഹ്മത്തെ സ്തുത്യ അനിർവചനീയത അഖില ഗുരോ ദൂരീകൃതായന്മയ. ആ അനിർവചനീയത്വം പ്രസിദ്ധമാണ്. സർവശാസ്ത്രങ്ങളും അത് മാത്രമേ പറഞ്ഞ് ധരിപ്പിക്കാറുള്ളൂ. ഈശ്വരനെ വർണ്ണിക്കാൻ പറ്റില്ല, വിവരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും നിരൂപിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്യും ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ശരണാഗതി മാത്രമേ ഭഗവാന്റെ അടുത്ത് പറ്റുള്ളൂ. അങ്ങേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞ് വീണ് നമസ്കരിച്ചോളുക. എപ്പോഴും ഭഗവാനെ ആശ്രയിക്കുക. എന്ത് തന്നെ വന്നാലും ഒന്നും പറയരുത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ദേവകിക്ക് 8ാമത്തെ കുട്ടിയായി ജനിക്കാൻ മഹാവിഷ്ണു കൃഷ്ണൻ തീരുമാനിച്ചത്? ആദ്യത്തെ കുട്ടിയായി ജനിച്ചാൽ എത്ര നന്നായിരുന്നു പാവം. ഓരോ കുട്ടിയും ജനിച്ചപ്പോൾ കംസൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അത് പാറക്കല്ലിൽ തച്ചുടച്ച് 2ാമതും ഗർഭം ധരിച്ച്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിന് തയ്യാറാവുമോ? നോക്ക ഭക്തന്മാരാ, ഞാൻ ചോദിക്കട്ടെ. ഭഗവാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് 8ാമത്തെ കുട്ടിയായി ഞാൻ ജനിക്കാൻ പോണു, നിങ്ങളുടെ സഹോദരനെ കൊല്ലാൻ എന്ന് ഭഗവാൻ പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറ് ഞാൻ നമ്മുടെ ഭക്തന്മാരോടൊക്കെ ചോദിച്ചിട്ട് എന്ന് പറയും. ഒക്കെ ഭക്തന്മാരാ. ഭഗവാനോട് ശരണാഗതി എന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും മിണ്ടണ്ട. അദ്ദേഹം കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ,
രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കട്ടെ, തരണമെങ്കിൽ തരട്ടെ. സ്വതവേ അടിക്കുന്ന കൈ അണയ്ക്കും എന്ന് പറയും, അതൊക്കെ അദ്ദേഹം ചെയ്തോളും. അങ്ങനെ 8ാമത്തെ കുട്ടിയായി ഞാൻ പലപ്പോഴും വിചാരിക്കും, പാവം 1ാമത്തെ കുട്ടിയായിട്ട് ജനിച്ച് ഈ ഗ്രഹപ്പഴമൊക്കെ കഴിഞ്ഞ് പോകാമായിരുന്നില്ലേ എന്ന്. ജനിച്ചത് 8ാമത്തെ കുട്ടിയായിട്ടാണ്. ഇത് ആരാ വരുത്തി വെച്ചത്? വരുത്തി വെച്ചത് ആരാ? വസുദേവൻ തന്നെയാ. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് മോക്ഷവും കൂടി കൊടുക്കാൻ തയ്യാറായി, തന്നെ കൊടുക്കാൻ തയ്യാറായപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട, അങ്ങ് എനിക്ക് മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. ജനിച്ചു. മകനായിട്ട് ജനിച്ചേ ഉള്ളൂ, വളർത്താൻ കിട്ടിയില്ല. അബദ്ധങ്ങളൊന്നും ശിവന്റെ മുൻപിൽ പോയി അവതരിപ്പിക്കരുത് കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു നിങ്ങളുടെ കച്ചേരി. പറയരുത്. ഭഗവാനെ ഭജിച്ചോളൂ, ആ ഭജനയിൽ സന്തോഷിച്ചോളൂ, ചാരിതാർത്ഥ്യം കണ്ടോളൂ, സാഫല്യസിദ്ധി അനുഭവിച്ചോളൂ. സൗഭാഗ്യമാണെന്ന് കരുതി അങ്ങനെ അങ്ങോട്ട് മകിഴ്ന്നുകൊണ്ടിരുന്നോളൂ. അതുവരെയൊക്കെ ചെയ്യാം. ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ പിഴച്ചു. സ്തുത്യ അനിർവചനീയത അഖില ഗുരോ ധൂരീകൃതായന്മയാ. അപ്പം അനിർവചനീയത്വം എന്ന് പറയുന്ന ഗുണവിശേഷമുണ്ടല്ലോ, തനതായ ലക്ഷണം, അതിന് ഞാൻ പല വിധത്തിലുള്ള സ്തുതികൾക്ക് അങ്ങേ പാത്രമാക്കി അത് ഞാൻ ദൂരീകരിച്ചു. 2ാമത്തെ തെറ്റ്. പിന്നെ 3ാമത്തതോ, വ്യാപിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ മുഴുവൻ പരിമിതമാണ്, ഭഗവാൻ മാത്രമേ അപരിമിതമായിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ഒരുപോലെ പരിലസിക്കുന്നു. ഒരു കാലത്തും ക്ഷേമമില്ല, ഒരു കാലത്തും ക്ഷാമമില്ല, റേഷൻ ഉണ്ടാവില്ല. 10,000 ആൾ ഒരുമിച്ചിരുന്ന് ഭജിച്ചാലും എല്ലാവർക്കും ഒരുപോലെ സുലഭസാധ്യനാണ്. അങ്ങനെ ഒരു രൂപവുമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ പരിലസിക്കുന്നു. അങ്ങ് 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 എന്ന് പറഞ്ഞു, അത് കേട്ടു, അത് സമ്മതിച്ചു. എന്നിട്ടോ ഞാൻ തീർത്ഥാടനത്തിൻ്റെ പേര് ആ കുന്നിൽ പോയി, ഈ കുന്നിൽ പോയി, ആ കുളത്തിൽ പോയി, ഇവിടെ കണ്ടു, അവിടെ കണ്ടു. ആരെ കാണാനായി പോണത്? എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന അദൃശ്യമായ ആകാശം പോലെയുള്ള വിലാസം, പരിലസനം. അതിനെ കാണാൻ വേണ്ടി പലയിടത്തും ഞാൻ തേടിപ്പോയി എന്ന് പറയുന്നതാണ് 3ാമത്തെ തെറ്റ്. ഈ 3 തെറ്റും ക്ഷന്തവ്യം ജഗദീശ തദ്വികലത ദോഷത്രയം മത്കൃതം. ഈ 3 ദോഷം ഞാൻ ചെയ്തതിന് എന്നെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇതാണ് ഭാരതം. ഇതാണ് ഭാരതം. ഭാരതം ഇതാണ് നമ്മുടെ സംസ്കാരം. ഭഗവാനെ നാം ആദ്യമേ മുതൽക്ക് അന്വേഷിച്ച് അങ്ങനെ ഊടും പാവും പേർത്തെടുത്ത് എല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അനാട്ടമിക്ക് ഭഗവാൻ എന്നോ വിധേയമായിരുന്നു, ഇന്നല്ല. അപ്പം അതിൽ ആധികാരികമായി നമുക്ക് സംസാരിക്കാൻ പറ്റും, തന്മയത്വത്തോടു കൂടി പ്രതിപാദിക്കാൻ പറ്റും, അജയ്യമായി നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കും. ഒരൊറ്റ ഭയമോ ഒരു വിഷമമോ ഒരു മടിയോ ഒരു കൂസലോ ഈ കാര്യത്തിൽ നമുക്കില്ല. ഇതാണ് നമ്മുടെ വിശേഷപ്പെട്ട നിലപാട്. അപ്പം ഞാനിവിടെ പറഞ്ഞത് ഒന്നും കൂടി പറയാം. എന്ത്? ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ മുഴുവൻ മനസ്സ് നിശ്ചയിക്കുന്നതും മനസ്സ് രൂപപ്പെടുത്തുന്നതുമാണ്. ദാ ഭൂമി, ഇത് ആര് പറയണു? നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി, കണ്ണിനെ നോക്കിക്കുന്നത് നമ്മുടെ മനസ്സ്. ആ മനസ്സിൽ ഈ ഭൂമിയുടെ പിക്ചർ പതിയണു. ആ പിക്ചറിനെ നോക്കിയിട്ടാണ് ഭൂമി എന്ന് നാം പറയുന്നത്. അപ്പം മനസ്സിലുള്ള അനുഭവങ്ങളാണ് എല്ലാം. മനസ്സിലാണ് ചിന്തകൾ, മനസ്സിലാണ് ആശയങ്ങൾ, മനസ്സിലാണ് ആലോചനകൾ, എല്ലാം തന്നെ മനസ്സിലാണ്. സംവേദനത്തിൻ്റെ താക്കോല് മുഴുവനും, ഗ്രൗണ്ട് മുഴുവനും, അടിത്തറ മുഴുവനും നമ്മുടെ മനസ്സിലാണ്. ആ നിരാകാരവും സൂക്ഷ്മവുമായിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സ്, അതിൽ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് ഈ ലോകം. മനസ്സ് എത്രത്തോളം കാലം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിലസിക്കുന്നുവോ ആ സൂക്ഷ്മ മനസ്സിന് എന്തെങ്കിലും സ്ഥൂലരചന സാധിക്കുമോ? എൻ്റെ ചോദ്യം മനസ്സിലായോ കൂട്ടരെ? മനസ്സിലായോ കുട്ടികളെ നിങ്ങൾക്ക്? സൂക്ഷ്മമായ മനസ്സിന് സ്ഥൂലരചന സാധിക്കുമോ? അപ്പം മനസ്സ് രചിച്ച് പറയണതാണല്ലോ ഇത് മുഴുവനും. അതെങ്ങനെ വാസ്തവമാവും? Can the subtle mind ever produce a gross object? All the grossness that you are perceiving and interacting with all around throughout your wakeful state, they are nothing other than
the perceptions created by the mind, preserved by the mind, perpetuated by the mind itself being extremely subtle. I am asking you a simple question. Can the subtle mind create and preserve a gross object within itself? Where is this mind? Inside your body. The body is very limited. Inside your body you are seeing an expanse like the sea, an expanse like the sky, a number of stars and celestial bodies during the night. All these are clearly reflected, clearly perceived, clearly experienced within the body in the expanse of your mind. As long as you agree that the mind is subtle, the subtle mind, it is not physically expansive, it is spiritually expansive. Its expansion is not according to the laws of physics and chemistry of the world. It is a spiritual product, and physical and chemical laws are not applicable to it at all. The mind is expansive by virtue of mind's own law, mind's own system, mind's own quality, and your physical and chemical qualities are not applicable to the field of the mind. So what do you say? The entire world is a perception in my mind. Mind alone colors the world through the senses. Mind alone determines the qualities of the products of the world through the senses. If mind is the author of everything, it is the source of everything, it is the creator and preserver of everything, the mind being inside the body, how can it produce a physical expanse? How can it produce a gross physical object or an article? Can a subtle cause produce a gross particle or a gross article? മനസ്സിലാവണില്ലേ? സൂക്ഷ്മമായ മനസ്സാണ് സ്ഥൂല വസ്തുക്കളെ ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ്. ആ ഉൾമനസ്സാണ് ഈ വിശാലമായ പ്രപഞ്ചത്തെ കാണുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ അടക്കാൻ നമുക്ക് ഒരു വഴിയുമില്ല. ശരീരം പൊട്ടി തകർന്ന് പോയിക്കളയും. അപ്പം മനസ്സ് അതിസൂക്ഷ്മമായ രചനയാണ് നടത്തുന്നത് അവിടെ. അപ്പം മനസ്സ് അതിൻ്റെ വിശേഷം കൊണ്ട് സൂക്ഷ്മ വസ്തുക്കളെ രചിച്ച് അതിന് സ്ഥൂല ഭാവം പ്രദാനം ചെയ്യുകയാണ്, സാങ്കല്പികമായി ഭാവാത്മകമായി. അല്ലാതെ ഒരു സ്ഥൂലത്വം ഈ ലോകത്തിലില്ല, ഉണ്ടാവാൻ വഴിയില്ല. മനസ്സാണ് എല്ലാറ്റിനെയും ദർശിക്കുന്നത്, അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം ഈ ലോകത്തിൽ കാണുന്ന സ്ഥൂല വസ്തുക്കൾക്കൊന്നും നിൽപ്പില്ലാതെയാവും. കാരണം സൂക്ഷ്മ മനസ്സാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ക്ഷീണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ? ഒന്ന് മനസ്സിലാക്കിനപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അഷ്ടാവക്ര സംഹിത വേണ്ടാന്ന് വയ്ക്കാം. എനിക്കങ്ങോട്ട് കടന്നു പോകാൻ സമ്മതിക്കണില്ല മനസ്സ്. നിങ്ങളിത് അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ എന്താ എഴുതിയിരിക്കണത്? എന്താ ഇവിടെ എഴുതിയിരിക്കണേ? ഇവിടെ എഴുതിയിരിക്കണത് നല്ലോണം നോക്കൂ നിങ്ങൾ. ആത്മസ്പർശം ഉണ്ടായല്ലാതെ നിങ്ങൾ ഇവിടുന്ന് എണീക്കരുത്. നിങ്ങൾ സമ്മതിക്കണം, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് ഈ പ്രപഞ്ചത്തെ അതിശയിക്കുന്നതാണ്. അതിൻ്റെ വിസ്താരത്തിൽ, അതിൻ്റെ ദീർഘത്തിൽ, അതിൻ്റെ വ്യാപ്തിയിൽ, അതിൻ്റെ അഗാധതയിൽ, അതിൻ്റെ മഹത്വത്തിൽ, അതിൻ്റെ മേന്മയിൽ, അതിൻ്റെ പ്രഭാവത്തിൽ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സൂര്യനെ സൂര്യനാക്കുന്നത് നമ്മുടെ മനസ്സാണ്. ചന്ദ്രനെ ചന്ദ്രനാക്കുന്നത് നമ്മുടെ മനസ്സാണ്. പഞ്ചഭൂതങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളെ രചിച്ചില്ലെങ്കിൽ ഈ ലോകം നമുക്ക് ഉണ്ടാവുകയില്ല. മനസ്സാണ് ഇന്ദ്രിയങ്ങളെ രചിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. അപ്പോൾ ഇന്ദ്രിയ പ്രവൃത്തികളുടെയും ഉടമസ്ഥാവകാശം മനസ്സിനുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി മൂലം ഉണ്ടാവുന്ന പരിണത ഫലങ്ങൾക്കും മനസ്സ് തന്നെയല്ലേ ഉത്തരവാദി. എന്തു പറയണു നിങ്ങൾ? ചവണയിലിട്ട് പിടിക്കണ മാതിരിയാ പിടിക്കണേ. ഒരൊറ്റ ആൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാ ഈ ശാസ്ത്രം എഴുതിയിരിക്കണേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വായിക്കാനും മനസ്സിലാക്കാനുമല്ലേ? ജനകൻ പോലും ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ച് ഉണ്ട്, പലതുമുണ്ട്. ജനകൻ അത്രയൊന്നും പഠിപ്പില്ല. അഷ്ടാവക്രൻ ഇങ്ങനെ സംസ്കൃതത്തിൽ പറഞ്ഞു പോയി, ജനകൻ ഇങ്ങനെ കേട്ടു. നിങ്ങളുടെ ഈ സ്വാമിജി ഓരോ ശ്ലോകവും സംസ്കൃതത്തിൽ വായിച്ച് എത്ര നേരമാണ് അതിനെ വിവരിച്ചു തരുന്നത്. അപ്പം നിങ്ങളൊക്കെ ഒരു ജനകനല്ല, 1 ഡസൻ ജനകന്മാരാവണം ഓരോരുത്തരും. എന്തൊരു മഹാഭാഗ്യമാണത്! ഉപായപ്പെട്ട ഭാഗ്യമാണോ?
യഥൈവാദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. കണ്ടോ അടുത്ത ശ്ലോകം എന്താ പറയണത് എന്ന്? യഥൈവാദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. ചൊല്ലിത്തരട്ടെ. പരമേശ്വരൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് എല്ലാവരും ഇവിടുന്ന് എണീറ്റ് പോണത് നമ്മുടെ ശിവനെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം പോവാൻ. ഇന്ന് നിങ്ങളുടെ കോസരിയിൽ കിടന്ന് ഉറങ്ങണത് ശരീരം മാത്രമാവേണ്ടത് ആരുത്? ഈ പിണ്ഡം. ആ പിണ്ഡത്തിൻ്റെ കൂടെ ഈ ത്രിലോകനാഥനായ പരമശിവനും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഉറപ്പുവരുത്തോ? ഉവ്വോ. ആ. യഥൈവാദർശമധ്യസ്ഥേ യഥൈവാദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. പരിതഃ പരമേശ്വരഃ. യഥൈവാദർശമധ്യസ്ഥേ എന്താ അതിനർത്ഥം? ആദർശം, ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. ആ കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടി, അതിൻ്റെ ഉള്ളിൽ ആദർശമധ്യസ്ഥേ, അതിൻ്റെ ഉൾഭാഗത്ത് രൂപേന്തഃ പരിതസ്തു സഹ രൂപേന്തഃ പരിതസ്തു സഹ. നമ്മുടെ ആ കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയുടെ ഉള്ളിലാണ് നമ്മൾ പ്രതിബിംബം കാണുന്നത്. നമ്മൾ എത്ര ദൂരത്ത് നിൽക്കുന്നുവോ അത്രയും ദൂരം കണ്ണാടി ഉടനെ അങ്ങോട്ട് ഉണ്ടാക്കണം. കേൾക്കണുണ്ടോ? നിങ്ങളെല്ലാവരും കണ്ണാടി നോക്കുന്നവരാ. പക്ഷേ അത് വെച്ചുകൊണ്ട് ആത്മവിചാരം ആരും ചെയ്തിട്ടുണ്ടാവില്ല. കണ്ണാടിയുടെ മുൻപിൽ നമ്മളങ്ങോട്ട് ചെന്നു, നിങ്ങളത് തപ്പി നോക്കൂ. തപ്പി നോക്കുമ്പോൾ എന്താ? അത് ഗ്ലാസ്സാണ്. ഇങ്ങനെ തൊട്ട് നോക്കിയാലോ അതിനൊരു തിക്നെസ്, കുറച്ച് കനുണ്ട്. അതിൻ്റെ പിന്നിൽ മെർക്കുറി രസം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കനപ്പെട്ട ഒരു സാധനമാണ് ഇതിങ്ങനെ. ഈ കനപ്പെട്ട സാധനത്തിന് ഉള്ളുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ എന്തായി? നിങ്ങൾ 5 അടി ദൂരെ നിന്ന് കണ്ണാടിയിൽ നോക്കിയാൽ ഉടനെ 5 അടി ഉള്ള ആ കണ്ണാടി അപ്പുറത്തുണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ എത്ര ദൂരത്ത് നിൽക്കണോ അത്ര ദൂരം അവിടെയും ഉണ്ടാക്കി ഇല്ലേ? നിങ്ങൾ 5 അടിയിൽ നിന്ന് കുറേ കൂടി പിന്നാക്കം ഇങ്ങോട്ട് പോരുമ്പോഴോ കണ്ണാടി യാതൊന്നും ചെയ്യാതെ അത്രയും ഉൾ പ്രതിബിംബത്തിനുള്ള ആ റിഫ്ലക്റ്റീവ് ഡെപ്ത്, ആ പ്രാതിബിംബികമായിരിക്കുന്ന ഉള്ളുണ്ടല്ലോ, അത് അത്രയും വർദ്ധിച്ചു വരുന്നു. എന്നിട്ടാണ് നിങ്ങൾ അതിലൊരു പ്രതിബിംബം കാണുന്നത്. ആ പ്രതിബിംബത്തിൻ്റെ ഉള്ളും പുറത്തുമുള്ളത് എന്താ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ണാടിയുടെ പ്രതിബിംബത്തും എവിടെയാണോ കാണുന്നത്, ഇപ്പം നിങ്ങൾ ചുമരിലാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്, അതിലൊരു 5 അടി ഇപ്പുറത്ത് നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ 5 അടി അപ്പുറത്ത് നിങ്ങളുടെ പ്രതിബിംബം കാണുന്നു. ആ പ്രതിബിംബം അവിടെ കാണാൻ വേണ്ടി ചുമര് പൊളിച്ചു പോയോ? ഓ, പൊളിച്ചു. അത് പിന്നെ എങ്ങനെയാ അങ്ങോട്ട് കടന്നേ? ഇനി അവിടെ പിൻഭാഗത്ത് ചുമരിൻ്റെ അപ്പുറത്ത് ഒരു 4 അടി അപ്പുറത്ത് കൂടി ഒരാൾ കടന്നു പോയാൽ നിങ്ങളുടെ പ്രതിബിംബത്തിൽ തട്ടുമോ? അതെന്താ അത്? അപ്പം എവിടെയാ ഈ പ്രതിബിംബം? അതെവിടെയാന്ന് നിങ്ങൾ പറയണം. അത് കാറ്റിൻ്റെ ഉള്ളിലോ, അത് മുറിയുടെ ഉള്ളിലോ, ചുമരിൻ്റെ ഉള്ളിലോ, കണ്ണാടിയുടെ ഉള്ളിലോ, എവിടെയത്? കണ്ണാടിക്ക് അങ്ങനെ ഒരു ഉള്ളില്ലല്ലോ. പിന്നെ എങ്ങനെയാ പ്രതിബിംബം അവിടെ ഉണ്ടായത്? അപ്പം ആ പ്രാതിബിംബിക ഗാഠത എവിടുന്ന് വന്നു? പറയണപ്പാ. ജഡമായിരിക്കുന്ന ഒരു കണ്ണാടി പോലും ഇങ്ങനെ പ്രാതിബിംബികമായി എത്ര വേണമെങ്കിൽ അത്ര ഡെപ്ത് ആഴമതിനുണ്ടാകുമെങ്കിൽ ചേതനാത്മകമായ മനസ്സിന് രചിക്കാൻ സാധിക്കുന്ന ആഴവും ദൈർഘ്യവും വിസ്താരവും മഹിമയും എത്രയാണപ്പാ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ജഡവസ്തുവിനാണ് ഇത്രയ്ക്ക് പ്രാതിബിംബിക ശക്തി. അപ്പം ചേതനാത്മകമായ മനസ്സിൻ്റെ ആഴവും വിസ്താരവും എത്രയുണ്ടാവണം? നിങ്ങളൊന്ന് ആലോചിച്ച് മറുപടി പറയൂ എന്നോട്. എത്രയുണ്ടാവണമെന്ന് പറയൂ. യഥൈവാദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. അതേപോലെയാണ്
നമ്മളെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ പരമേശ്വരൻ പ്രകാശിക്കുന്നത്. എൻ്റെ പുണ്യാത്മാക്കളെ, നിങ്ങൾ ഒരൊറ്റ ആൾ ഈശ്വരനെ തേടി പോവരുതേ, അരുതേ, അരുതേ, ഈശ്വരനെ തേടി പോവരുതേ. നിങ്ങൾ കണ്ടുപിടിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ, മനസ്സ് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും. ആ മനസ്സിനെ വേണ്ടതുപോലെ ഗ്രഹിച്ച അതാണ് പരമേശ്വരൻ, അതാണ് പരമാത്മാവ്. മനസ്സ് ശുദ്ധമായാൽ അത് ആത്മാവായി. ശുദ്ധ മനസ്സിനാണ് ആത്മാ എന്നുള്ള പേര്. ആത്മസത്ത മനസ്സത്തയിൽ നിന്ന് വ്യത്യസ്തമല്ല. മനസ്സിനെ സത്താവിശേഷമായി മനസ്സിലാക്കിയാൽ അത് പരമാത്മാവായി. ഒന്നും മനസ്സിലാക്കിനപ്പ. തഥായേവ, അതുപോലെയാണ്. അസ്മിൻ ശരീരേന്തഃ, ഈ ശരീരത്തിൽ, അന്തഃ പരിതഃ, ഉള്ളിലും പുറത്തും ഒരുപോലെ പരമേശ്വരഃ, പരമേശ്വരൻ. എവിടേക്കാണ് നിങ്ങൾ ഈ ഓടുന്നത്? ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ടാണ്. വീട്ടിലിരുന്ന് നോക്കുന്ന കണ്ണുകൊണ്ടാണ് ക്ഷേത്രപാലിൽ നിങ്ങൾ നോക്കുന്നത്. ആ കണ്ണിനെ തുറക്കാൻ ഇടവയ്ക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സ് വീട്ടിലുമുണ്ട്. ആ മനസ്സും കണ്ണും തമ്മിൽ പ്രയോഗിച്ച് കാണുന്നതാണ് തേവരുടെ ബിംബം. ആ തേവരുടെ ബിംബത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മനസ്സ് പരമേശ്വരനെയും കാണിച്ചു തരും. നിങ്ങളുടെ ഉള്ളിൽ തത്വവിചാരം ചെയ്തു, ആത്മവിചാരം ചെയ്തു എന്നുണ്ടെങ്കിൽ നോക്കൂ, അഷ്ടാവക്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന കാര്യം. യഥൈവാദർശ മധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. ഈ കണ്ണാടിയിലുള്ള പ്രതിബിംബം എന്ന് പറയുന്നത് പരിണമിച്ചുണ്ടാവുന്ന പ്രതിബിംബമല്ല. ലോകത്തിൽ മാറ്റങ്ങൾ രണ്ടാണ്: വിവർത്തമായിട്ടുള്ള മാറ്റവും പരിണാമം എന്ന് പറയുന്ന മാറ്റവും. പരിണാമം എന്ന് പറയുന്നത് എന്താ? ഒരു വിത്ത് മണ്ണിൽ കുത്തിയിട്ടു, അത് നനഞ്ഞു, കുതിർന്നു, അതിന് വേണ്ട ഘടകങ്ങളൊക്കെ കിട്ടിയാൽ ആ വിത്ത് അതിൻ്റെ മുഖം അങ്ങോട്ട് പൊട്ടി, അതിൽ നിന്ന് വെള്ള നിറത്തിൽ ഒരു മുള അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് മേപ്പെട്ട് വരും. അപ്പം നനവോടും അന്തരീക്ഷത്തോടുമെല്ലാം പ്രതികരിച്ച് അതിലുണ്ടാവുന്ന ഒരു പരിണാമമാണ് ഈ മുളപൊട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരിണാമമാണോ ഈ കണ്ണാടിയുടെ ഉള്ളിലുള്ള പ്രതിബിംബം? മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? കണ്ണാടിയുടെ ഉള്ളിൽ നിങ്ങൾ പ്രതിബിംബിക്കുന്നത് അങ്ങനെ ഒരു പരിണമിത പ്രതിബിംബമാണോ അതോ വിവർത്ത പ്രതിബിംബമോ? വിവർത്തം എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനത്തിന് മാറ്റമില്ല, കാഴ്ചയ്ക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പം പരിണാമം എന്നുള്ളത് അവിടെ പറയാൻ പറ്റില്ല. അവിടെ വിവർത്തമായിട്ടുള്ള ഒരു മാറ്റമേ സംഭവിക്കണുള്ളൂ. ഒരു മങ്ങിയ ഇരുട്ടിൽ എങ്ങാണ്ടൊരു കയറ് വളഞ്ഞു കിടക്കണമെന്ന് കണ്ടാൽ പോയി നോക്കിയാൽ അത് പാമ്പാണെന്നൊരു തോന്നൽ നമുക്ക് വരിക. അവിടെ പാമ്പ് ജനിച്ചിട്ടില്ല, അതിന് പടവുമില്ല, അത് കടിക്കൂല, അതിന് വിഷമില്ല. പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അത് പാമ്പായി കഴിയും. ആ പാമ്പാവാനുള്ള കാരണം എന്താ? മങ്ങിയ ഇരുട്ട്, അതിനെ കയറാണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പം മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ, അറിവ് ശരിയാവാത്തതിൻ്റെ പേരിൽ അനറിവ് അല്ലെങ്കിൽ അജ്ഞാനം കടന്നുകൂടി എന്തോ നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം വിവർത്തം, പരിണാമം എന്ന രണ്ട് തരത്തിലാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വിവർത്ത മാറ്റമാണ് ഇവിടെ കണ്ണാടിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഉൾചേതനയാണ് എല്ലാം ആയിത്തീരുന്നത്. സുഖം വരുന്ന സമയത്ത് ആരാ സുഖിക്കുന്നത്? നമ്മുടെ മനസ്സ്. ദുഃഖം വരുന്ന സമയത്ത് ആരാ ദുഃഖിക്കുന്നത്? നമ്മുടെ മനസ്സ്. ഈ ദുഃഖമാകട്ടെ സുഖമാകട്ടെ പരിണാമരൂപത്തിൽ ഉണ്ടാവുന്നില്ല. നമുക്ക് ശരിക്ക് പരിണാമരൂപത്തിൽ ഒരു സുഖമുണ്ടായാൽ ആ സുഖം എങ്ങനെയാ ഇല്ലാതെയാവുക? മനസ്സിലാവുണ്ടോ പറയുന്നത്? മനസ്സ് പരിണമിച്ച് സുഖിയായാൽ പിന്നെ ആ പരിണമിച്ച മനസ്സ് ആ സുഖത്തിനെ വിട്ട് ദുഃഖിയാവോ? എന്താ മിണ്ടാതെ? അപ്പം മനസ്സ് വിവർത്ത രൂപത്തിൽ സുഖിയാവുകയാണ്. അത് സുഖിയാവുമ്പോഴും അത് സുഖിയായിട്ടില്ല, സുഖിയായി എന്നൊരു തോന്നൽ ജനിപ്പിക്കുകയാണ്.
കണ്ണാടിയുടെ ഉള്ളിലുള്ള പ്രതിബിംബം അവിടെ ഉണ്ടോ? സംശയമാണല്ലേ? അവിടെ ഉണ്ടോ? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നപ്പാ. എന്നാ നിങ്ങൾ കാണുന്നില്ലേ? കണ്ടിട്ട് കാര്യങ്ങൾ പലതും നടത്തുന്നില്ലേ? ഉവ് ഉവ്. എന്നാൽ അവിടെ ഉണ്ടോ? ഇല്ല. അതുപോലെ നിങ്ങൾക്ക് സുഖമുണ്ടോ? അവിടെ താളം മാറ്റി. എന്താ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റാത്തത്? ദുഃഖമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ദുഃഖം എന്നൊരു തോന്നൽ ഈ കണ്ണാടിയിലെ പ്രതിബിംബത്തിനെ പോലെ അവിടെ ജനിപ്പിക്കുകയാണ് മനസ്സ് സ്വയം മാറിയിട്ടില്ല. മനസ്സിലൊരു ദുഃഖപ്രതീതി അത് ഉളവാക്കി. ആ ദുഃഖപ്രതീതി ഉളവാക്കിയതുപോലെ അതിനെ ഇല്ലാതെയാക്കി ഒരു സുഖപ്രതീതിയും അത് ഉളവാക്കുന്നു. അങ്ങനെ മാറി രണ്ട് പ്രതീതികൾ ഉളവാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സിന് ഒരു പരിണാമവും വരുന്നില്ല. വിവർത്ത രൂപത്തിലാണ് അവിടെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. Whatever changes or modifications are taking place within the body, in the field of your mind, in the plane of your mind, understand that they are not even superficial, they are appearential. They are only apparent, they are never real. മനസ്സിൻ്റെ രചനാവിശേഷം കൊണ്ട്, ശക്തിവിശേഷം കൊണ്ട് അത് പലതും ഇങ്ങനെ പ്രതിഭാസിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരി. വാസ്തവത്തിൽ മനസ്സ് സുഖിയായിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ദുഃഖിയാവുമോ? ഇപ്പം നമ്മുടെ ശരീരം സ്ത്രീയോ പുരുഷനോ ആയി ജനിക്കുന്നു. ആ സ്ത്രീ ശരീരം പരിണാമരൂപത്തിലുണ്ടായതാണ് പുരുഷ ശരീരം. അതങ്ങനെ തന്നെ തുടരുന്നു. അതേപോലെ ഒരു പരിണാമം കൊണ്ടാണ് മനസ്സ് സുഖിയായത് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ആ സുഖിത്വം വിട്ട് ദുഃഖിയാവാൻ പറ്റുമപ്പാ? ഉറപ്പിച്ച് പറയും. അപ്പം പിന്നെ ഈ സുഖവും ദുഃഖവും പിന്നെ എന്താ? കാൽപ്പനികമാണ്. തോന്നൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. മനസ്സ് അതിൻ്റെ രചനാവിശേഷം കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നതാണത് വിവർത്ത രൂപത്തിൽ. അത് നല്ല പോലെ മനസ്സിലാക്കണം. ഒരനുഭവം വിട്ട് വേറെ ഒരു അനുഭവത്തിലേക്ക് മനസ്സിന് പോകാൻ സാധിക്കുന്നുവെങ്കിൽ മനസ്സ് ആ ഒരനുഭവം വരുന്ന സമയത്ത് അനുഭവിയായി തീരുന്നില്ല. അത് ആ അനുഭവത്തിനെ രചിക്കുകയാണ് പ്രത്യയ രൂപത്തിൽ. ആ പ്രത്യയത്തെ വിട്ട് വേറെ ഒരു പ്രത്യയത്തിലേക്ക് പോകാനും അതിന് സാധിക്കണു എന്നുള്ളതാണ് മനസ്സിൻ്റെ മഹത്വം. പ്രപഞ്ചവസ്തുക്കളെ മുഴുവനും പ്രതിഭാസിപ്പിക്കുന്നത് അതാണ്. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങളെ മുഴുവനും, ചിന്തകളെ മുഴുവനും, വികാരങ്ങളെ മുഴുവനും, ഭാവങ്ങളെ മുഴുവനും, സങ്കല്പങ്ങളെ മുഴുവനും, ആലോചനയും കണ്ടുപിടുത്തവും നിഗമനവും എല്ലാം തന്നെ നമ്മുടെ ഈ മനസ്സ് നടത്തി തീർക്കുന്നതാണ്. ആ മനസ്സിൻ്റെ വൈഭവം നല്ല പോലെ മനസ്സിലാക്കൂ. ഞാൻ എപ്പോഴും പറയും, മനുഷ്യൻ്റെ മനസ്സൊരു നിധിയാണ്. നമ്മുടെ ഭക്തന്മാരൊക്കെ അതിനെ നിധിയാക്കുന്നില്ല. ജീവിതം മുഴുവനും അവർ പ്രാർത്ഥിക്കണു, ഭജിക്കണു, സന്തോഷിക്കണു, പക്ഷേ മനസ്സിനെ നിധിയാക്കുന്നില്ല. മീരയുടെ കയ്യിൽ കൊടുത്തു അമ്മായിയമ്മ വിഷം കൊല്ലണമെന്ന് പറഞ്ഞ് കുടിക്കാൻ. സ്വല്പമെങ്കിലും സംശയിക്കാതെ കൃഷ്ണ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ വിഷ കുടിച്ചു ആ വനിത. ആ വിഷത്തിൻ്റെ ബയോകെമിക്കൽ ഇഫക്റ്റ്, ആ വിഷത്തിനൊരു ഇഫക്റ്റ് ഉണ്ടല്ലോ. ബയോളജിക്കൽ ബോഡിയിൽ ബയോകെമിക്കൽ എഫക്റ്റ് ആ വിഷത്തിന് ഉണ്ടായില്ല. എന്താ കാരണം? അവരുടെ മനസ്സിൻ്റെ വൈഭവം. വിഷം കുടിച്ചില്ലേ? ഉവ്. അത് വിഷമായിരുന്നില്ലേ? ഉവ്. ആ വിഷത്തിന് ശരീരത്തിനെ കൊല്ലാനുള്ള ശക്തിയില്ലേ? ഉവ്. അതൊക്കെ മനസ്സിൻ്റെ മുൻപിൽ അടിയറ വച്ചു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോപ്പാ? നിങ്ങൾ എന്താ വിചാരിച്ച ഈ മനസ്സ്? അത് ദ്രവ്യമല്ല, അത് ഊർജമല്ല. ദ്രവ്യോർജങ്ങളെ കവച്ചു വയ്ക്കുന്ന വിശേഷപ്പെട്ട ഒരു ചേതനയാണത്. ആ മനസ്സിൻ്റെ വൈഭവത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത്. മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യത്. സംസാരചക്രത്തെ മുഴുവനും പിടിച്ച് തിരിക്കുന്നത് ഈ മനസ്സാണ്. നിങ്ങളെല്ലാവരും ഇന്ന് കിടന്ന് ഉറങ്ങുന്നത് പരമേശ്വരൻ എൻ്റെ ഉള്ളിലും പുറത്തുമുണ്ട്. എൻ്റെ ഉള്ളിലും പുറത്തുമുണ്ട് പരമേശ്വരൻ.
പരമാത്മാവ്. എൻ്റെ ശരീരം അതിനൊരു നിദാനമാണ്. ഈ ശരീരം കൊണ്ട് എനിക്ക്, മനുഷ്യ ശരീരം കൊണ്ടുള്ള വലിയ ഒരു ഭാഗ്യം എന്താ? ഈ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു പരമാർത്ഥത്തിലേക്കുള്ള കവാടമാണ് മനുഷ്യജന്മം, ഗേറ്റാണ്. അത് മനസ്സിലാക്കി സന്തോഷമായി ആനന്ദസ്ഫൂർത്തിയോടുകൂടി നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങണം. ശവമാണ് ശരീരം, അതിനെ നിലനിർത്തുന്നതാണ് ശിവസ്വരൂപമായ ജീവൻ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ ശിവസ്വരൂപികളാണ്. മരിച്ചാൽ ശവമാവും, ബാക്കിയുള്ളവർ ഹാൻഡിൽ ചെയ്തോളും നിങ്ങളുടെ ശരീരം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശിവരൂപികളാണ്, ശിവരൂപികളാണ്, ശിവരൂപികളാണ്. ആ ശിവരൂപികളായി നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയി വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു ശ്ലോകം കൂടിയുണ്ട്. ഏതിൽ? ഈ 1-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ജനകൻ പറയുന്നതാണ്. ഈ 20 ശ്ലോകം കേട്ടിട്ട് ജനകന് ആത്മാനുഭവത്തിൻ്റെ ആ കുതിപ്പും തള്ളിച്ചയും പ്രഭാവവും അങ്ങോട്ട് കണ്ടമാനമായി. അപ്പം ആ ആത്മാനുഭവത്തിൻ്റെ ആ സ്ഫൂർത്തിയിൽ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അതെല്ലാം നമ്മൾ കേൾക്കേണ്ടതാണ്. പറഞ്ഞു കഴിഞ്ഞ ഉടനെ അർജുനോട് കൃഷ്ണൻ സംസാരിച്ചപ്പോൾ 700 ശ്ലോകം വരെ നീണ്ടു. ഇത് 20 ശ്ലോകം പറഞ്ഞു കഴിയുമ്പോഴേക്കും ചോദ്യവും ഉത്തരവുമല്ല, ജനകൻ സ്വയം ഒരു നിവേദനം നടത്തുകയാണ്. ഞാൻ ഇങ്ങനത്തെ പരമാത്മാവാണ്, ഇങ്ങനത്തെ പരമാത്മാവാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ലോകം മുഴുവൻ എന്നിൽ തരംഗങ്ങളായി ഓളം തല്ലണു എന്നിങ്ങനെ പറഞ്ഞ് പലതും പറയുന്നു. അത് പറഞ്ഞു കേട്ടതിന് ശേഷം അഷ്ടാവക്ര മഹർഷി, നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, സംയമം വേണ്ടത്തോളം വേണം എന്ന് പറഞ്ഞ് ചില തിരുത്തുകളും ചില കൂടുതൽ അറിവുകളുമൊക്കെ ഉപദേശിച്ച് അങ്ങനെയാണ് ഈ അഷ്ടാവക്ര സംഹിത നീണ്ടുപോകുന്നത്. ആ ജനകൻ പറയുന്നത് മുഴുവൻ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ഉൾക്കൊള്ളാനും അതിൽ സന്തോഷിക്കാനും സാധിക്കണം. പൂർണ്ണ അനുഭവം ഇല്ലെങ്കിലും അതിലൊരു താതാത്മ്യത്തോടു കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാനെങ്കിലും സാധിക്കട്ടെ. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജിജ്ഞാസ ഉജ്ജ്വലമായി തീരട്ടെ. അവനവൻ്റെ ഉള്ളിൽ മനസ്സെന്ന രൂപത്തിൽ, ബുദ്ധി എന്ന രൂപത്തിൽ പ്രകാശിച്ച് പരിലസിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഫുരണമുണ്ടല്ലോ, ആ സ്ഫൂർത്തി, ആ ദീപ്തി, അത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. നമുക്കിനി നിർത്താം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി ഓം. ഹരി ഓം.